ആഹാരവും വസ്ത്രവും പാർപ്പിടവും ഒരു വ്യക്തിയുടെ ഏറ്റവും അടിസ്ഥാന ആവശ്യമാണ്. അതിന് തന്നെ നമുക്കറിയാം പാർപ്പിടത്തിനുള്ള നമ്മുടെ ഭൂമിക്കുള്ള പ്രാധാന്യം എന്താണെന്ന്. ഒരു വയറ്റിൽ കടന്നവർ പോലും, സഹോദരങ്ങൾ പോലും പലപ്പോഴും തമ്മിൽ തെറ്റുന്നത് അല്ലെങ്കിൽ ബദ്ധശത്രുക്കളാകുന്നത് ഒക്കെ ഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. കാരണം അത്രമാത്രം നമുക്ക് ഭൂമിയുടെ ഉടമസ്ഥതയുമായി നമ്മൾ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ് സത്യം. ഇന്ത്യയിൽ ഏറ്റവും ആദ്യം ഭൂപരിഷ്കരണം നടത്തിയെന്നും ആ ഭൂപരിഷ്കരണത്തിലൂടെ ഏറെ പ്രബുദ്ധതയും അതുമല്ലെങ്കിൽ ഏറെ നവോത്ഥാനവും ഒക്കെ നടന്നു എന്നൊക്കെ അഭിമാനിക്കുന്ന നാടാണ് കേരളം എന്ന് പറഞ്ഞാൽ. അതിന്റെ അവകാശികൾ പറയുന്ന വസ്തുത, ഭൂമിയുടെ ഉടമസ്ഥത ഇല്ലാതെ കടന്നിരുന്ന ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഭൂമിയുടെ ഉടമസ്ഥത അനുവദിച്ചു കൊടുത്തതോടുകൂടി അവർക്ക് അന്തസ് വന്നു, അവർ സമാജത്തിന്റെ മുഖ്യധാരയിലേക്ക് വന്നു. ഇതൊക്കെ പലപ്പോഴും ഇപ്പോഴും നമ്മൾ പ്രഭാഷണങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇന്നലെ കൂടെ കേരളത്തിലെ ഇന്ന് ഭരണകക്ഷിയായ CPM-ന്റെ ജനറൽ സെക്രട്ടറി, സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ പ്രസ്താവന കണ്ടു, പത്രസമ്മേളനത്തിൽ കണ്ടു. ഭൂപരിഷ്കരണം നടപ്പാക്കിയതിന്റെയും അതിൽ ജനങ്ങൾക്ക് അന്തസ് ഉണ്ടാക്കി കൊടുത്തതിന്റെയും ഒക്കെ കാര്യം. അപ്പോൾ ഇവിടെ മുനമ്പത്ത് നിങ്ങളാരും അറിഞ്ഞു കയ്യേറുകയോ അല്ലെങ്കിൽ ആരുടെയും കട്ടെടുക്കുകയോ ഒന്നും ചെയ്യാതെ തലമുറകളായി താമസിക്കുന്ന ഒരു ഭൂമി, അതിന്റെ ഉടമസ്ഥാവകാശമാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അന്തസ്സിന്റെയും അഭിമാനത്തിന്റെയും പ്രശ്നമെങ്കിൽ ആ ഉടമസ്ഥാവകാശം ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന വേദന അത് ഒരു പക്ഷേ വാക്കുകളെ കൊണ്ട് വിവരിക്കാൻ 1000 നാവുള്ള അനന്തന് പോലും സാധിക്കില്ല എന്നത് സത്യമാണ്. പ്രശ്നം പരിഹരിച്ച് തരുമെന്ന് പറയുന്നവരും പറയുന്നത് കേൾക്കുന്നത് നിങ്ങൾ കുടിയൊഴിപ്പിക്കില്ല എന്ന്. ജന്മിത്വത്തിൽ നിന്ന് എന്താണ് അതിന് വ്യത്യാസമുള്ളത്? ജന്മിത്വ കാലഘട്ടത്തിലും ഇവിടെ എല്ലാവർക്കും അത്യാവശ്യം വേണമെങ്കിൽ കുടില് കെട്ടി താമസിക്കാൻ ഭൂമി ഉണ്ടായിരുന്നു, അതിന്റെ ചുറ്റും വേണമെങ്കിൽ കൃഷി ഇറക്കാമായിരുന്നു, എല്ലാം ചെയ്യാമായിരുന്നു. ആരും ഭൂമിയില്ലാതെ കടലിലോ അല്ലെങ്കിൽ ആകാശത്തോ എവിടെയും ഒന്ന് പോയി താമസിച്ചിരുന്നു നമ്മൾ കേട്ടില്ല. എല്ലാവരും എവിടെയെങ്കിലും ഒക്കെ കടന്നിരുന്നു. പക്ഷെ ആ കിടപ്പാടമൊന്നും അവരുടെ സ്വന്തമായിരുന്നില്ല. അവർക്ക് താമസിക്കാം, ജന്മി പറയുന്ന അത്രയും കാലം അവർക്ക് താമസിക്കാം. അവിടെ ഒരു വാഴ വെച്ചാൽ നമ്മൾ വാഴക്കൊല പണ്ട് പഠിച്ചിട്ടുണ്ട്, കവിതയിൽ പഠിച്ചിട്ടുണ്ട്. ഒരു വാഴ വെച്ചാൽ അത് പഴം തിന്നണോ തിന്നണ്ടിയോ എന്ന് തീരുമാനിക്കുന്നത് ജന്മിയ. വെച്ചവനത് തിന്നണോ തിന്നണ്ടിയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ജന്മിക്കാണ്. വാഴ വെക്കാനുള്ള അധികാരവും നനച്ചു പോറ്റി വളർത്താനുള്ള അധികാരവും ഒക്കെ ആ പുലയനുണ്ട് എന്നുള്ളത് സത്യം. പക്ഷേ അത് കഴിക്കണോ കഴിക്കണ്ടോ എന്ന് ആലോചിക്കുന്നത്, എപ്പോൾ അത് വെട്ടിക്കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കാൻ ഉടമസ്ഥാവകാശം ഇവർക്കില്ല. അപ്പൊ ആ ജന്മിത്വ കാലഘട്ടത്തിലേക്ക് നിങ്ങളെയല്ല, കേരളത്തിലെ ഇത്തരം ഹതഭാഗ്യർ ഒട്ടനവധി ഉണ്ട് എന്നാണ് നിത്യേന വരുന്ന കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പൊ ആ ജന്മിത്വ കാലഘട്ടങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുപോവുകയാണോ? കാരണം നിങ്ങൾ താമസിച്ചോ, ഞങ്ങൾ ഇറക്കി വിടില്ല. അതിന്റെ അർത്ഥം എന്താ? ഇറക്കി വിടില്ല എന്ന് പറഞ്ഞാൽ ദയാവായ്പിന്, ഇവരുടെയൊക്കെ ദയാവായ്പ് നിങ്ങൾക്ക് കിട്ടുന്നിടത്തോളം കാലം നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാം, ഞങ്ങൾ ഇറക്കി വിടില്ല. അപ്പൊ സ്വാമി എന്ന് പറഞ്ഞ് അവിടെ നിൽക്കണം. എപ്പോഴെങ്കിലും തമ്പുരാന്മാർക്ക് തിരുവുള്ളക്കേട് ഉണ്ടായാലും നിങ്ങൾ ഇപ്പൊ താമസിച്ചോ, ഞങ്ങൾ ഇറക്കി വിടില്ല. ഇലക്ഷൻ ഉള്ള കാലത്തോളം ഒന്നും പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ കേരളത്തിലേക്ക് ഒരു പ്രത്യേക സാഹചര്യം വെച്ച് 3 വർഷം ഇലക്ഷൻ വരുന്നുണ്ട്. ഒരു വർഷം പഞ്ചായത്ത് ഇലക്ഷൻ വരും, പിന്നത്തെ ഒരു വർഷം പാർലമെന്റ് ഇലക്ഷൻ വരും, അത് കഴിഞ്ഞാൽ അസംബ്ലി ഇലക്ഷൻ വരും. അതുകൊണ്ട് ഈ ഇത്രയും കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ സ്വസ്ഥരാണ്, സ്വതന്ത്രമായിട്ട് എന്താന്നാ പറയണ്ടത്, വലിയ സ്വൈരക്കേട് നമുക്ക് ഉണ്ടാക്കില്ലേയിരിക്കാം. പക്ഷേ നിങ്ങളുടെ ഭൂമി നിങ്ങളുടേതാണ് എന്ന് സ്ഥാപിക്കാതെ അതിനകത്ത് ജീവിക്കുന്നവന്, അതാണല്ലോ പറഞ്ഞത്, ഭൂപരിഷ്കരണം അന്തസ്സാണ് ഉണ്ടാക്കിയതെങ്കിൽ വ്യക്തിപരമായ അന്തസ് ഇത്തരക്കാർക്ക് മുന്നിൽ പണയം വെക്കേണ്ടി വരില്ലേ? നമ്മുടെ സ്വന്തം ഒരു ആവശ്യത്തിന് വിൽക്കാനോ പണയം വെക്കാനോ ഒക്കെയുള്ള റവന്യൂ അധികാരങ്ങളോടുകൂടിയ നമ്മുടെ സ്വന്തമാണ് എന്നാക്കി നമുക്ക് കിട്ടാത്തിടത്തോളം കാലം ഈ പ്രശ്നത്തിന് ഒരിക്കലും പരിഹാരം ഉണ്ടാകില്ല. അവിടെ താമസിക്കാനുള്ള അവകാശം വാടകക്കാരെ പോലെയോ അല്ലെങ്കിൽ മറ്റേ പഴയ കുടികടപ്പുകാരെ പോലെ താമസിക്കാനുള്ള അവകാശം അല്ലല്ലോ ചോദിക്കുന്നത്. അത് സ്ഥിരമായ അവകാശത്തോടുകൂടി പൂർണ്ണമായ അധികാരത്തോടുകൂടി കിട്ടണമെങ്കിൽ അതാണ് ഹിന്ദു ഐക്യവേദി ഈ വഖഫുമായി ബന്ധപ്പെട്ട് ആദ്യമേ ആവശ്യപ്പെട്ടത്. വഖഫ് നിയമം തന്നെ റദ്ദ് ചെയ്യണം. അങ്ങനെ ഒരു നിയമം തന്നെ റദ്ദ് ചെയ്യണം. കാരണം ആരുടെയെങ്കിലും ഭൂമിയിൽ ആരെങ്കിലും ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കണ്ടു ഇവിടുത്തെ പ്രശ്നത്തെക്കാൾ കുറച്ചുകൂടെ ഇവിടെ ഒരു കടലാസെങ്കിലും ഉണ്ട്. 1950 ചെയ്തു ഫറൂഖ് കോളേജിന് ചെയ്തു കൊടുത്തതായ ഒരു കടലാസിന്റെ പിൻബലമെങ്കിലും പറയുമ്പോൾ ഇതുപോലും ഇല്ലാതെ മാനന്തവാടിക്കടുത്ത് ഒരു 5 ഏക്കറിലധികം സ്ഥലത്തിന് വഖഫ് ബോർഡ് അവകാശം ഉന്നയിച്ചിരിക്കുന്നത് അവിടുത്തെ ഒരു കാർന്നോര് പറഞ്ഞിട്ടുണ്ടെന്നാണ്. പഴയ ഒരു കാർന്നോര് പറഞ്ഞിട്ടുണ്ട് ഈ ഭൂമി അത്രയും വഖഫാണ് എന്ന്. ഒരു കാർന്നോര് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ആ വെറും വാമൊഴി മാത്രം വെച്ചിട്ടാണ് ഇന്ന് അവിടെ 5 കുടുംബങ്ങൾക്ക് നോട്ടീസ് കിട്ടിയിരിക്കുന്നത്. അതിൽ രസകരമായ വസ്തുവായി 5-ൽ 4 മുസ്ലിങ്ങളാണ് എന്നുള്ളത്.
വഖഫ് ബോർഡ് ഇറക്കി വിടാൻ വേണ്ടി അല്ലെങ്കിൽ നോട്ടീസ് കൊടുത്തിരിക്കുന്ന 5-4 മുസ്ലിം കുടുംബങ്ങളാണ്. അപ്പൊ ഇത് ഒരേപോലെ മതത്തിനതീതമായി എല്ലാവരെയും ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഈ പറഞ്ഞ പോലെ തന്നെ താമസിക്കാനുള്ള അല്ലെങ്കിൽ ആഹാരവും വസ്ത്രവും പാർപ്പിടവും എന്നതിലൊക്കെ മതഭേദം ഇല്ല എന്ന് നമുക്കൊക്കെ അറിയാം. മതപരമായ ആചാരങ്ങളിൽ വ്യത്യസ്തരാകാം, അനുഷ്ഠാനങ്ങളിൽ വ്യത്യസ്തരാകാം, ഒക്കെ ശരിയാണ്. പക്ഷെ അതിനുമപ്പുറത്ത് ഇത്തരം കാര്യങ്ങളിൽ ആഹാരം, വസ്ത്രം, പാർപ്പിടം തുടങ്ങിയ ബേസിക് നീഡ്സിനകത്ത് മതഭേദം ഒന്നുമില്ല. അപ്പൊ ഇത് എല്ലാവരെയും ഒരുപോലെ ബുദ്ധിമുട്ടിക്കത്തക്ക ഒരു വിധത്തിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. അന്യായമായി ആരുടെ ഭൂമിയിലും അവകാശം ഉന്നയിക്കാം എന്നുള്ള അധികാരം ഒരാൾക്കും, അത് ബ്ലാങ്ക് ചെക്ക് ഒപ്പിട്ട് കൊടുക്കുന്നത് എന്തുമാത്രം വിഡ്ഢിത്തമാണോ, ഒരു വ്യക്തിയുടെ കയ്യിലേക്ക് തുക എഴുതാത്ത ചെക്ക് ഒപ്പിട്ട് കൊടുക്കുന്നത് എത്രമാത്രം വിഡ്ഢിത്തമാണോ, അത്രയും വലിയൊരു വിഡ്ഢിത്തമാണ് ഈ വഖഫ് നിയമത്തിലൂടെ ഒരു വലിയ വിഭാഗത്തിന് രാഷ്ട്രം കൊടുക്കുന്നത്. അതൊരിക്കലും ജനാധിപത്യ രാഷ്ട്രത്തിന് ഭൂഷണമല്ല. ഹിന്ദുയ്ക്ക് ഈ വിഷയത്തിൽ ഇടപെടാനുള്ള പ്രധാനപ്പെട്ട കാരണം അതാണ്. കാരണം നമുക്കൊക്കെ പറയാം, ദേവസ്വത്തിന് ഭൂമിയുണ്ട്, ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ക്രൈസ്തവ സഭകൾക്കൊക്കെ ഭൂമിയുണ്ട്, ഇല്ല എന്നൊന്നും ആരും പറയുന്നില്ല. പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് തർക്കം വന്നാൽ നമുക്ക് കോടതിയിൽ പോകാം. ഇതിന്റെ പരമാവധി കടക്കുന്നത് കോടതിയിലാണ്. രണ്ടു കൂട്ടരും രേഖകളുമായി അവിടെ വന്ന് സമർപ്പിക്കണം. പക്ഷെ ഇവിടെ അതൊന്നും വേണ്ട. ഇവിടെ നോട്ടീസ് കൊടുത്തിരിക്കുന്നത് വഖഫ് ബോർഡിൽ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും രേഖ ഉണ്ടെങ്കിൽ ആ രേഖയുമായി ചെല്ലുക. മാനന്തവാടിക്കടുത്ത് തലപ്പുഴയിൽ കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും രേഖയുണ്ടെങ്കിൽ ഈ 13-ാം തീയതി എന്ന് തോന്നുന്നു, വളരെ ചുരുങ്ങിയ ഒരു ഷോർട്ട് ടൈം നോട്ടീസാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് നിങ്ങളുടെ കയ്യിൽ വല്ല രേഖയും ഉണ്ടെങ്കിൽ വരിക. സാധാരണ ഒരു വിഷയത്തിന് 2 വാദിയും പ്രതിയും ഉണ്ടാകുമ്പോൾ 2 കൂട്ടരും രേഖകളുമായി ചെല്ലണ്ടേ? എവിടെയാണ് നിയമപരമായുള്ളതെന്ന് കോടതിയല്ലേ അത്തരം കാര്യങ്ങൾ അവസാന വാക്ക്? ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച്, ഇവിടെ നിലവിലുള്ള നിയമങ്ങൾ അനുസരിച്ച് കോടതി ഒരു അവസാന വാക്ക് പറയുമ്പോൾ അതിനൊരു ന്യായമുണ്ട്, ഒരു നീതിയുണ്ട്. പക്ഷേ ഈ വഖഫിനെ സംബന്ധിച്ചിടത്തോളം ഈ കോടതിയിൽ പോകാനുള്ള, കോടതിയുടെ പരമാധികാരത്തെ പോലും ചോദ്യം ചെയ്തുകൊണ്ട് അതിനും അപ്പുറമാണ്. ഒരിക്കൽ വഖഫ് ചെയ്യപ്പെട്ട ഭൂമി എന്നെന്നും വഖഫാണ്, അതിനൊരിക്കലും ഒരു മാറ്റം സാധ്യമല്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങിയാൽ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും വിശ്വാസങ്ങളുടെയും ചരിത്രത്തിന്റെയും ഒക്കെ പിൻബലത്തിലൂടെ ഭൂമിയുടെ അധികാരത്തിന്റെ പുറകിലേക്ക് പോയി തുടങ്ങിയാൽ ഇന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു വീട്ടുകാർക്ക്, ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന് അവിടെ മനസമാധാനത്തോടെ ഉടമസ്ഥാവകാശത്തോടുകൂടി ജീവിക്കാൻ സാധിക്കും? പുറകോട്ട് ഒരിക്കൽ വഖഫാന്ന് പറഞ്ഞാൽ ഇതെല്ലാം മതവിഭാഗങ്ങൾക്ക് അവരുടെ വിശ്വാസങ്ങൾ വലുത് തന്നെയാണ്. ആ വിശ്വാസം അനുസരിച്ച് ചരിത്രവും ഐതിഹ്യവും കൂട്ടിപ്പിണച്ച് ഭൂമിയുടെ ഉടമസ്ഥത ചേർക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത്. മുനമ്പത്തെ ഇവരൊക്കെ പറയുന്ന പോലെ മുനമ്പത്തെ ഒറ്റപ്പെട്ട സംഭവമാണ്. ഒറ്റപ്പെട്ടാണെങ്കിൽ ഇവിടെ കുടുംബങ്ങൾ ഒരുപാടുണ്ടെന്ന് നമുക്കറിയാല്ലേ. ഇത് ഒറ്റപ്പെട്ട സംഭവം അല്ല എന്നാണ്. ഇപ്പൊ തളിപ്പറമ്പില് ഭീഷണിയായി, മാനന്തവാടിയിൽ ഭീഷണിയായി. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. കേരളത്തിൽ എവിടെയും ഈ ഭീഷണി എല്ലാവരുടെ മേലും ഇതൊരു അശനിപാതമായി നിൽക്കുന്നുണ്ട്. എവിടെയും വീഴാം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിന്, ഇതൊരു മതപരമായ വിഷയമല്ല. ഹിന്ദു ഐക്യവേദി തീർച്ചയായും ഒരു മതസംഘടന തന്നെയാണ്. പക്ഷേ മതത്തിനതീതമായി എല്ലാവരെയും ബാധിക്കുന്ന ഒരു വിഷയമാണ് എന്നതുകൊണ്ട് ഇതിന് ന്യായമായ ഒരു പരിഹാരം ആവശ്യമാണ്. അപ്പോ ഇവിടെ നേരത്തെ സ്വാമിയൊക്കെ പറഞ്ഞതിന്റെ അവസാനത്തിലാണ് ഞാൻ എത്തിയത്. ഈ സമരത്തിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് നിങ്ങൾക്ക് ഇതുവരെ ബോധ്യമായിട്ടുണ്ടാകും. കേരളത്തിന്റെ വലിയ ഒരു വിഭാഗത്തിന്റെ തന്നെ പിന്തുണ നിങ്ങൾക്കുണ്ട്. പല രാഷ്ട്രീയക്കാരും ഭയന്ന് നിൽക്കുന്നു എന്നതൊരു സത്യമാണ്. താടിയുള്ള അപ്പനെ പേടിയുണ്ട് എന്ന് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു ചൊല്ലുള്ളത് പോലെ അത്തരം ആരൊക്കെയോ ഭയന്നതുകൊണ്ട് സത്യത്തിന്റെ പുറകെ വരാൻ, സത്യത്തിനോടൊപ്പം നിൽക്കാൻ പലർക്കും ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അത്തരം ബുദ്ധിമുട്ട് ഹിന്ദു ഐക്യവേദിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതാത് കാലഘട്ടത്തെയോ തെരഞ്ഞെടുപ്പിനെയോ നോക്കിക്കൊണ്ട് മാത്രം പ്രതികരിക്കേണ്ട ഒരു ദുരവസ്ഥയില്ല. എവിടെയാണോ സത്യവും ധർമ്മവും നീതിയും ന്യായവും ഉള്ളത് അതിന്റെ കൂടെ നിന്നതുകൊണ്ട് എന്തു തന്നെ ബുദ്ധിമുട്ട് വരികയാണെങ്കിലും ആ ബുദ്ധിമുട്ട് സഹിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നതുകൊണ്ടാണ് നിങ്ങൾക്കുള്ള പിന്തുണയുമായി ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ വിഷയം മുനമ്പമടക്കം കേരളത്തിൽ എവിടെയൊക്കെ ഇത്തരത്തിൽ ഭൂമിയുമായി ബന്ധപ്പെട്ട് വഖഫ് ബോർഡിന്റെ കടന്നുകയറ്റം ഉണ്ടാകുന്നുവോ അവിടെയെല്ലാം തന്നെ അതിന്റെ ഇരകളോടൊപ്പം ഹിന്ദു ഐക്യവേദി ഉണ്ടായിരിക്കും, പ്രശ്നം പരിഹരിക്കുന്നതുവരെ. അതോടൊപ്പം തന്നെ എല്ലാ വിധത്തിലുമുള്ള സമ്മർദ്ദം, എല്ലാ വിധത്തിലുമുള്ള പ്രക്ഷോഭമാകാം, മറ്റെന്തുമാകാം, അത് ഈ വഖഫ് നിയമം തന്നെ റദ്ദ് ചെയ്യുന്നതിന് വേണ്ടി, ഈ കണ്ട ഭൂമിയിലൊക്കെ ഈ അവകാശം ഉന്നയിക്കാനുള്ള വഖഫ് നിയമം റദ്ദ് ചെയ്ത് കിട്ടുന്നത് വരെ ഈ വിഷയവുമായി ഹിന്ദു ഐക്യവേദി മുന്നിലുണ്ടായിരിക്കും. അപ്പോൾ തീർച്ചയായും ഇത് നമ്മളൊറ്റയ്ക്കല്ല, ജനവിഭാഗങ്ങൾ കൂടിയല്ല. നമുക്കറിയാം സത്യം എന്താണോ അത് പുലരാൻ വേണ്ടി മാത്രം, അല്ലെങ്കിൽ ആ ദൈവത്തിന്റെ രൂപം സത്യമാണ് എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത്. അത് പറഞ്ഞ മഹാത്മാവിന്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്.
അപ്പൊ തീർച്ചയായും ആ സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും കൂടെ നമ്മളോടൊപ്പം നമ്മളെല്ലാം വിശ്വസിക്കുന്ന ഈശ്വരൻ കൂടെ ഉണ്ടാകും എന്നുറപ്പാണ്. നമുക്ക് വിജയിച്ചേ പറ്റൂ. വിജയിക്കുന്നത് വരെ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഊർജം നിങ്ങൾക്കുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുമായി മുന്നോട്ട് പോകും എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. പക്ഷേ നിങ്ങളോടൊപ്പം നിൽക്കുക എന്നത് സംഘടനാപരമായി ഞങ്ങൾക്ക്, കാരണം ഈ ധർമ്മം പുലർന്നു കിട്ടുന്ന ഈ ഒരു ബുദ്ധിമുട്ട് ഒരാൾക്ക് ഉണ്ടാകാതിരിക്കാൻ അത് ഞങ്ങളുടെ ആവശ്യമാണ്. അതുകൊണ്ട് നിങ്ങളോടൊപ്പം ഞങ്ങൾ എന്നും ഉണ്ടായിരിക്കും. മറ്റൊരു പ്രത്യേക യാതൊരു പരിഗണനയും കൂടാതെ ഈ സമര രംഗത്ത് ഞങ്ങൾ ഉണ്ടായിരിക്കും. നമുക്ക് വിജയിക്കണം. വിജയം നമ്മളോടൊപ്പം തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.